ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അടിപൊളി റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10 മണി മുതലാണ് കേട്ടോ. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി പിന്നെ ഫ്രഷ് ആവലും പിന്നെ കുറച്ച് വാഷാക്കാനും പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഉച്ചക്കേക്ക് വേഗം ഫുഡെല്ലാം റെഡി ആക്കലാണ്. അപ്പം ഇന്നൊരു ഫിഷ് മസാലയിൽ ഒരു അടിപൊളി മസാല കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി ആയിട്ട് കൂസാക്കുന്നുണ്ട്. അപ്പം അത് കറി പോലെ ആക്കുന്നുള്ളത് അത് ഞാൻ കാണിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അപ്പോൾ ഇന്നത്തെ മീൻ കട്ടിലല്ലേ, നമ്മൾ ഉപ്പള ഭാഗത്ത് കട്ടിലാന്ന് പറയും. ഫാദറിൻ്റെ അവിടെയെല്ലാം നമ്മൾ കോരാന്നെല്ലാം പറയും കേട്ടോ. അത് കുറച്ച് വലുതാണ്. അപ്പം അത് കട്ട് ചെയ്യാതെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ തണുപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വ്ളോഗിൽ പറയില്ല, ഫിഷെല്ലാം നമ്മൾ ഫിഷ് മാർക്കറ്റിലെല്ലാം പോയിട്ട് വാങ്ങുമ്പം കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചിട്ട് വെക്കലാണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ കവറിൽ കെട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കലാന്ന് കേട്ടോ. പിന്നെ കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും ഞാൻ വെക്കൽ. ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരുമ്പോൾ എന്നാൽ ഫ്രീസറിലും നമുക്ക് സ്ഥലം ഉണ്ടാവുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഫിഷ് വാങ്ങൽ. ഇപ്പം ഞാൻ അങ്ങനെ കൊടുന്ന കേട്ടോ. കാര്യം ലേറ്റാണ്, നമ്മൾ രാത്രി 3 മണി 4 മണി ആ ഒരു ടൈമിലാണ് ഫിഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഉറക്കം വന്നിട്ട് കഴിയുന്നില്ലേനെ, ആ ഒരു ടൈമിൽ കട്ട് ചെയ്യാനെന്നുള്ള മൂടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഓരോരോ പാത്രത്തിലാക്കിയിട്ട് 2 3 വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കട്ടിലാണ് മീൻ. കട്ടില എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറത്ത് കോര എന്ന് പറയും കേട്ടോ, ഉപ്പളത്ത് കട്ടില എന്ന് പറയും. ആ ഒരു മീനാണ്, കുറച്ച് വലുതാണ്. അപ്പോൾ അത് വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചതാണ്. തണുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും പറയാൻ കാരണം ഞാൻ എപ്പോഴും ഫിഷെല്ലാം കട്ട് ചെയ്യുമ്പോഴേ എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഇടങ്ങേറായിട്ട് കട്ട് ചെയ്യുന്നതെന്നല്ല. അപ്പം അതെല്ലാം ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അരി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിങ് പറഞ്ഞുതരാം. അപ്പം എനിക്ക് റൈസ് കുക്കറിൽ വെക്കുന്ന സാധാരണ റൈസെല്ലാം വെക്കുന്ന ടൈമിങ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. പിന്നെ ഞാൻ ഈ അരി കഴുകുമ്പോൾ എൻ്റെ കയ്യിലെ ഡ്രസ്സിൻ്റെ സ്ലീവ് കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ ഇങ്ങനെ റബ്ബർ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ നെയ്റ്റ് ആയാലും ഈ ബലൂൺ കൈയെല്ലാം ആകുമ്പോൾ ഞാൻ റബ്ബർ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് പറയലില്ല, പക്ഷേ കാണിക്കലുണ്ട് കേട്ടോ. പറയാൻ വിട്ടു പോകുന്നതാണ്. അപ്പോൾ അത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ റബ്ബർ കൈമേലിട്ടല്ലോ, അതാരെങ്കിലും കണ്ടീനാന്നെല്ലാം പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാൻ വന്നിട്ടാ. അതിങ്ങനെ വെള്ളത്തിലൊന്നും ഇങ്ങനെ തട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ റബ്ബർ ഇട്ടിട്ട് വെക്കുന്നത്. ഞാൻ ഓർത്തത് അതല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളത് കാണുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് കമൻ്റ് ആക്കുന്നുണ്ടല്ലോ, അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഏതായാലും ഇപ്പോൾ ദാ ഞാൻ ആക്കുന്നുള്ളതിൽ ചുക്കിൻ്റെ കഷായമാണ് കേട്ടോ. ആ ചുമ ഇതൊന്നും മാറിയിട്ടേ ഇല്ല, ഭയങ്കര കഫാണ്. അപ്പം ഞാനിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നിങ്ങൾ ആരൊക്കെ കമൻ്റ് ആക്കിയതാണ്. അപ്പം ഞാനിപ്പോൾ എപ്പോഴും ആക്കിയിട്ട് കുടിക്കലുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കുറുക്കിയിട്ട് 1/2 ഗ്ലാസ് ആക്കലാന്ന് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ ഉള്ളി അല്ല കേട്ടോ ഞാൻ പെടുത്തത്, വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി എൻ്റെ അടുത്തില്ല, കഴിഞ്ഞിന്. പിന്നെ ശർക്കര, പിന്നെ ഇഞ്ചി, കുരുമുളക് അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഗ്രാമ്പൂ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ അരി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തിളച്ചതിന് ശേഷമാണ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാട്ടെ, റൈസ് കുക്കറിൽ വെക്കാൻ കുറേ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ വേവ് എന്നെല്ലാം. ഇതിപ്പോൾ ഞാൻ മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് എനിക്ക് 1 മണിക്കൂർ മതി. ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ്. നമ്മൾ ലുലുന്ന് നെസ്റ്റോന്ന് അവിടെ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു അരിയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള അരിൻ്റെ ഞാൻ പറഞ്ഞുതരാം. റൈസ് നല്ലോണം തിളക്കണം കേട്ടോ. തിള വന്നിട്ട് 2 മിനിറ്റ് നല്ലോണം തിളക്കണം. അപ്പോൾ അതാ കുറച്ച് അടിയിൽ തൂവിയിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്മൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം തുടച്ചെടുക്കുന്നതാണ്. അതിനിപ്പം അടുത്ത കറിയൊക്കെ ഉണ്ടാക്കാനുള്ളതല്ല. ഇനിയിപ്പം ഗ്യാസുമ്മൽ പിന്നെ കത്തിക്കുമ്പം അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും.
തുടച്ചെടുക്കാൻ, ഇങ്ങനെ വരുത്തിയിട്ടെല്ലാം എടുക്കണം. അപ്പം അതുകൊണ്ട് വേഗം ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ആ മീനെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്കില്ലേ ഒരു മീനിൻ്റെ മസാല ആക്കുന്നുണ്ട് കേട്ടോ, നല്ല അരച്ച മസാലയെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഈ കാശ്മീരി മുളകില്ലേ, ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ടില്ല, ഞാനിപ്പം നോർമൽ പൗഡർ തന്നെ എടുത്തുകൊണ്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അരച്ചിട്ടല്ലേ ഉണ്ടാക്കല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് പൗഡർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതന്നെ എടുത്തുകൊണ്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് ഇതിപ്പം അരച്ചിട്ട് വെക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. പൗഡർ യൂസ് ആക്കുന്നതും നമ്മൾ ഈ മുളക് അരച്ചിട്ട് വെക്കുന്നതും വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ എടുത്ത് വെക്കുമ്പം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പെല്ലാം തുടങ്ങിയിട്ടാ. അപ്പം ചെറിയൊരു പൂപ്പൽ വരുന്നോന്നൊരു ഡൗട്ട്. ഞാനല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കലാന്ന് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ പുറത്തിങ്ങനെ തണുപ്പെല്ലാം വരുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ബെടക്കാവും. അല്ലെങ്കിൽ ചൂടാക്കിയിട്ടെല്ലാം വെക്കണം. ഞാൻ ഈ ചെറിയൊരു വൈറ്റ് കളർ പോലെ കണ്ടപ്പം ഒരു പേടിയിട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബെടക്കായോ നോക്കിയതാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2-3 പൊട്ടിച്ച് നോക്കി. അപ്പം ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. വേഗം കണ്ടതുകൊണ്ട് നന്നായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പം മൊത്തത്തിൽ ഇപ്പം ഞാൻ കുറച്ച് അരക്കാൻ എടുക്കുന്നുണ്ട്. ഫിഷ് മസാലയ്ക്ക് ഒരു 2-3 കൈപ്പിടി നിറച്ച് എടുക്കുന്നുണ്ട്. ബാക്കി മൊത്തത്തിൽ ഞാൻ നല്ലോണം വാഷാക്കിയിട്ട് ഊറ്റിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ബാൽക്കണി ഉണ്ടല്ലേ, അവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് മാത്രം. ഇപ്പം എനിക്ക് ബാൽക്കണിയിൽ വെക്കാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ടേബിൾമ ഇങ്ങനെ വിരിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആദ്യതാ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫിഷ് മസാലയ്ക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെട്ടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വാഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. പിന്നെ നമ്മളെ ഹാളിൽ കിടക്കുന്ന ഒരു സോഫ പോലത്തെ വട്ടത്തിലുള്ളത് കണ്ടിട്ട് 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്, എവിടുന്ന വാങ്ങിച്ചതെന്നെല്ലാം. ഇൻഷാ അല്ലാഹ് ഹോം ടൂർ ചെയ്യുമ്പം എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ആ സ്ലീവും മട്ടിന റബ്ബർ കാണുന്നില്ലല്ലോ, അതില്ലേ ഞാൻ ഈ ഫിഷ് കട്ട് ചെയ്യുമ്പം ഞാൻ ഇങ്ങനെ ഫുള്ള് 2 കൈയും മൊത്തത്തിൽ മേലേക്ക് ആക്കിയിട്ടുണ്ടേന് കേട്ടോ. സ്ലീവ് ആക്കിയിട്ടുണ്ടേന് മേലേക്ക്. ഇപ്പോൾ സ്മെല്ലും അതിൻ്റെ വെള്ളമെല്ലാം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഫിഷ് കട്ട് ചെയ്യുന്നത് കാണിക്കാഞ്ഞത്. ഇപ്പം നോക്കുമ്പം റബ്ബർ എവിടെയെന്ന് ഓർമ്മയില്ല കേട്ടോ, പൊട്ടിപ്പോയോ എന്തോന്നറിയില്ല. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് വേറെ എല്ലാം എടുത്തിട്ട് വരണം. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഫിഷിൻ്റെ പണി അങ്ങനത്തെ ഇങ്ങനെ കഴുകാൻ അങ്ങനത്തെ ഒന്നും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ചായിട്ട് ഇങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ബാക്കിയുള്ള ടൈമിലല്ലേ ഞാൻ ഫുള്ളായിട്ട് സ്ലീവ് മേലേക്ക് പൊന്തിച്ചിട്ട് വെക്കുന്നതാണ്. നമുക്ക് അരക്കാനുള്ള മുളകില്ലേ, അത് ഞാൻ വെള്ളത്തിൽ പുതിർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് ഇതാ ചെറുപയർ ഞാൻ മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ മുളപ്പിക്കലെന്ന് ചോദിക്കലുണ്ട് ഇത് കാണിക്കുമ്പോൾ. ഇത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ രാവിലെ ഒന്ന് ഊറ്റിയിട്ട് വെക്കുക. ഊറ്റിയിട്ട് ഒരു രാത്രിയിലാകുമ്പോഴത്തേന് ചെറിയ മുള ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടാവും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേന് ഇതുപോലെ കുറച്ച് മുളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര തന്നെ മുളപ്പിക്കൽ, കൂടുതൽ എപ്പോഴെങ്കിലൊക്കെ മുളപ്പിക്കലുള്ളൂ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ. ഇതുപോലെ ചെറുപയറെല്ലാം മുളപ്പിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി അടനെ വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലാക്കി എടുക്കലാണ് കേട്ടോ. അത് പെട്ടെന്ന് വേവും. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 11:30-12 മണി ആ ഒരു ടൈമിലെല്ലാം ഒരു ചെറിയൊരു വിശപ്പ് വരലുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനത്തതെല്ലാം കഴിക്കലാന്ന്. പയറുവർഗ്ഗങ്ങളെല്ലാം വേവിച്ചിട്ട് അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ. ഇനി ഇതാ ഫിഷ് മസാല അരച്ചെടുക്കുക. അതിനായിട്ട് ഇതാ ഞാൻ ഒരു 4-5 കൈപ്പിടി നിറച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു മുളക് എരിവില്ലാത്ത മുളകാണ്. നല്ലോണം കഴുകിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ പുളി ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ കുരുയില്ലാത്ത പുളി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള അത്ര എടുത്താൽ മതി കേട്ടോ. ഒരു 5-8 കുരു അത്ര തന്നെ. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതാ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കേട്ടോ. കൂടി പോവേണ്ട 1/2 ടീസ്പൂൺ മാത്രം മതി. ഇതൊരു സ്പെഷ്യൽ മസാല എന്നിട്ടാ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തോളി കേട്ടോ. ഇതിൽ വെളുത്തുള്ളി മാത്രം മതി, ഇഞ്ചി വേണ്ട. പിന്നെ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി എടുക്കുക. അതിപ്പോഴല്ല കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, ലാസ്റ്റ്. മുളകെല്ലാം നല്ലോണം അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ, ഞാനിപ്പം വലിയ ഉള്ളി കേട്ടോ ചെറിയ പീസ് എടുത്തിട്ടുള്ളത്, ഒരു
മീഡിയം സൈസ് ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതും കൂടെ 1 മിനിറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ആ ഒരു പേസ്റ്റാണ് കേട്ടോ അത്. ഇതിപ്പം കുറച്ച് തോനെ അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അങ്ങനെ ഈ ഒരു മസാലയായിട്ട് മീനിൻ്റെ ഗസി ആക്കാം, മീനിൻ്റെ കറി ആക്കാം, അതായത് മുളക് കറിയില്ലേ അതെല്ലാം ആക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പോൾ അതാ ഇതിപ്പം ഞാൻ കുറച്ച് അരച്ചതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ ഒറ്റ ബോക്സിലാക്കിയിട്ട് വെക്കുന്നത്. കുറേ കൂടുതൽ അരക്കാന്നുണ്ടെങ്കിൽ 2 ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി. കുറച്ച് ഫ്രീസറിൽ വെക്കുക, പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിലിരിക്കും. പിന്നെ നമ്മൾ ഉള്ളി ചേർത്തിനല്ലേ അരക്കുമ്പം, അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ബടക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ, സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച ബാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴേക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ ഒരുപാട് മസാല, മീനിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മസാല റെസിപ്പി എല്ലാം മാംഗ്ലൂർ സ്പെഷ്യലി ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു ഫിഷ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാന്ന് കേട്ടോ, അതായത് കുറച്ചൊരു മസാല പോലെ അങ്ങനെ വറ്റിച്ച പോലെ അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതാ ഒരു 4 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇതൊരു കട്ട്ലയാണ് കേട്ടോ. കട്ട്ല എന്ന് പറഞ്ഞാൽ കോരല്ലേ, അപ്പം ഉപ്പ് നല്ലോണം പിടിക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ മസാല തേച്ച പാട് ഫ്രൈ ചെയ്യരുത് കേട്ടോ ഇങ്ങനത്തെ മീനൊന്നും. അപ്പോൾ മസാല പിടിക്കാനും വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, പിന്നെ നമ്മൾ മസാലയൊക്കെ അരച്ചിട്ട് വെള്ളത്തിൻ്റെ സ്പൂൺ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നും അതിൽ ഇടരുത് കേട്ടോ. വേറെ തന്നെ സ്പൂണെല്ലാം നല്ലോണം തുടച്ചിട്ട് വേണം ഇതുപോലെ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബോക്സിലായാലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഇതിപ്പം ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് തന്നെ മിക്സി കുറച്ച് ചൂടായിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടെല്ലാം പോയിട്ടാ. എന്നിട്ട് ഇതാ മൂടിയിട്ട് ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നുണ്ട്. മീനുമ്മ മസാല പൊടിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഇതാ എൻ്റെ ചെറുപയർ ഒരു വിസിലാക്കിയിട്ട് ഞാൻ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതും കുറച്ച് വെള്ളം കൂടെ അങ്ങനെ കഴിക്കലാന്നിട്ടാ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലായ പോലെയെന്ന്. ഇത് ഡയറ്റെല്ലാം ചെയ്യുന്നവർക്കില്ല, കുറച്ച് ചോറെടുത്തിട്ട് ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളെല്ലാം മുളപ്പിച്ചിട്ടെല്ലാം കുറച്ച് തോനെ, അതായത് കുറച്ച് കൂടുതൽ വേവിച്ചിട്ട് ചോറും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിച്ചാൽ മതിട്ടോ. അപ്പോൾ വയറ് നല്ല പെട്ടെന്ന് ഫില്ലാവും. പയറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോണുമെല്ലാം ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടാണ്, കൂടുതൽ ഇരുന്നിട്ടില്ല. ഇനിയിപ്പം അത് ഇരുന്ന് കഴിഞ്ഞാൽ ലേറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അയിമെല്ലാം ഇരുന്നിട്ട് പിന്നെ അതാ നമ്മളെ മുളക് വെള്ളം ഊറ്റാനും വേണ്ടിയിട്ട് വെച്ചില്ലേനോ, അതിതാ അപ്പം ഞാൻ ഹാളിൽ ടേബിളുമ്മ ഇടുക എന്നിട്ടാണ് ചെയ്യുന്നുള്ളത്. ഇനിയിപ്പം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാൽക്കണിയിൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോയിട്ട് ഇടാൻ. അതുവരെ ടേബിളുമ്മൽ ഫാനും ഇട്ടിട്ട് അങ്ങനെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ ബാക്കിയുള്ള പണിയെടുക്കലാന്ന്. പിന്നെ എൻ്റെ വീഡിയോസ് പണ്ടത്തെ പോലെ പോകുന്നില്ല കേട്ടോ. അതായത് നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്നവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ. കാര്യം ഇതിൽ നല്ല റെസിപ്പീസും ഒക്കെ ഞാൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഒരു മൂഡ് ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണ് പ്രസ് ആക്കണം കേട്ടോ, എന്നാലാണ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ ഹൈദരാബാദി മസാലപ്പൂരിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് ഇപ്പം ഗ്രീൻ പീസ് കൊണ്ടുവന്നതില്ല, ഇനിയിപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ റെസിപ്പി ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണെന്നും പിന്നെ അതേപോലെ തന്നെ എന്തെല്ലോ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ആക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻ്റ് ആക്കട്ടോ, എനിക്കൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കറി പോലെ ആക്കുക എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കൂസാന്ന് കേട്ടോ, ഇതിവിടെ കിട്ടുന്നതാണ്. അപ്പം അതിൻ്റെ അറിയാം മുകളിൽ ഒരു ചുരങ്ങ പോലത്തെ ഒരു ചെറിയൊരു തൊലി പോലെ ഉണ്ട്, അതൊന്ന് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചുരങ്ങെല്ലാം കട്ട് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കുക്കറിലേക്ക് ഞാൻ ഈ ചെറിയ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കില്ലേ ഇങ്ങനെ വെജിറ്റബിളെല്ലാം ഈ കുക്കറിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1-2 വിസിൽ വന്നാൽ അവിടെ ഓഫാക്കിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്തെ എടുത്താൽ നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ, ആ വെള്ളമൊന്നും ചേർക്കാതെ. ഇതിപ്പം ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ ഞാൻ ചെറിയ കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ച പിന്നെ വെളുത്തുള്ളി 2-3 ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. 1/2 ടീസ്പൂണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, മുളകാണ് ചേർത്തെടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 2 വീസിലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചുക്ക് കഷായം ഞാനിപ്പോൾ അല്ല കേട്ടോ, ഞാൻ വെള്ളമെല്ലാം പകുതിയെല്ലാം കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഉച്ചക്കൊരു റെസ്റ്റ് എല്ലാം എടുക്കൂല, ആ ഒരു ടൈമിലാട്ടോ ചുക്ക് കഷായം കുടിക്കൽ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഫിഷെല്ലാം മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഫിഷ് ഫ്രൈ ചെയ്യട്ടെ. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കട്ടെ. ഞാനിപ്പോൾ അതാ കുറച്ച് ഒരു 1 സ്പൂണോ നമുക്കിഷ്ടമുള്ള എത്ര ഓയിൽ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇതാ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫിഷ് മൊത്തത്തിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. മീനെല്ലാം വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ വെന്ത് കിട്ടില്ല. അപ്പം നല്ലോണം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലയൊക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റാവും. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നമുക്ക് ചോറിൽ കൂട്ടിയിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഞാൻ വേറെ കറിയൊന്നും ആക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. ആ തൊലിയോട് കൂടി കഴുകിയിട്ട് അങ്ങനെ ചതച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വെളുത്തുള്ളി കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടാ. കുറച്ച് തോനെ കറിവേപ്പില ഇട്ടുകൊടുത്തോളി. മീൻ മസാല പൊറ്റിയിട്ട് വെച്ചില്ലേനോ, അപ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടെ മസാല ഉണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലപ്പം ആ ഫിഷിൻ്റെ മുകളിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അത് വറ്റിയിട്ട് ഒരു ഗ്രേവി പോലെ ആകുമ്പോഴാണ് നമ്മൾ ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ലോണം കുഴച്ചിട്ട് മസാല തേക്കുന്ന ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതാ റൈസ് കുക്കറിൽ കറക്റ്റ് 1 മണിക്കൂർ 1:05 അങ്ങനെ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു റൈസ് പെട്ടെന്ന് വേവുന്നതാണ്. ഞാൻ പറഞ്ഞില്ല മട്ടരിയാന്ന്. അപ്പം ഇത് പെട്ടെന്ന് വേവുന്നതാണ്. അപ്പം ചിലയിടത്ത് വേവ് ഉള്ള അരി ആയിരിക്കും, അതായത് കുറച്ച് ടൈം പിടിച്ചിട്ട് വേവുന്ന അരിയില്ലേ. അപ്പം അതെല്ലാം ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇറക്കിയിട്ട് വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് വെന്തിനാ ഇല്ലേന്ന്. അപ്പോൾ പെട്ടെന്ന് അടക്കണം കേട്ടോ, വേഗം ചെക്ക് ചെയ്യുക. എന്നിട്ട് വെന്തിട്ടില്ലാന്ന് പെട്ടെന്ന് അങ്ങനെ അടച്ച് വെക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് 1-2 വട്ടം ഇതുപോലെ റൈസെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മളെ റൈസ് എങ്ങനെ വേവല് എന്തെന്ന് നമുക്ക് ടൈമിംഗ് എല്ലാം അറിയുമല്ലോ. അപ്പോൾ 1-2 വട്ടം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചോറവിടെ ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കുതാ നമ്മൾ ആ മീൻ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടില്ല, നല്ല രസമായിട്ടാ ഈ ഒരു മസാല തന്നെ കഴിക്കാൻ. അപ്പം ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത് ഇതുപോലെ ചെറിയൊരു തിക്ക് ഗ്രേവിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. കോൺഫ്ലവർ ചേർക്കാതെയും അരച്ചെടുക്കട്ടോ. ഞാൻ കുറച്ചൊരു തിക്ക് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ടുള്ള മസാലയെന്ന് ഞാൻ പറയില്ലേ. എപ്പോഴും ഒരേപോലത്തത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. അപ്പം അതിൽ സക്സസ് ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ആക്കലുണ്ട് കേട്ടോ. അതുപോലെ ഓരോരോ റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ഒന്ന് വാച്ച് ചെയ്യട്ടോ, അപ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ദാ തേങ്ങ ചിരണ്ടിയിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ ചിരണ്ടുന്നത് എനിക്ക് ജീജു ബാബിൻ്റെ ഒരു തന്നതാണ് കേട്ടോ, മുൻത ബാബി തന്നതാണ്. അപ്പം എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും നെക്സ്റ്റ് ഒന്ന് തേങ്ങ ചിരണ്ടിയിട്ട് അങ്ങനെ വാങ്ങലാണ് ബോക്സിൽ. ഇതുവരെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതുണ്ടേന് കേട്ടോ. അപ്പം അതിന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബോക്സിൽ അങ്ങനെ വാങ്ങലാന്ന്. ഇപ്പം തേങ്ങ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 തേങ്ങ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒന്ന് പൊട്ടിച്ചിട്ട് തേങ്ങ ചിരണ്ടുന്ന ആ ഒരു സാധനമില്ലേ അത് വാഷാക്കിയിട്ട് ഇത് ഫിറ്റാക്കലാന്ന് കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പിൽ എവിടെ വെക്കേണ്ടത് നോക്കലാന്ന്. അപ്പോൾ അതാ നമ്മളെ കബോർഡിൻ്റെ ആ ഡോറ് തുറന്നിട്ട് അവിടെ വെക്കണം കേട്ടോ. കബോർഡ് അടക്കാൻ കഴിയല, എന്നാലും കുഴപ്പമില്ല. തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ അത് ഇങ്ങനെ അയച്ചിട്ട് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തേങ്ങ മൊത്തത്തിൽ പൊട്ടിച്ചിനല്ലേ, അപ്പോൾ ഇത്ര ആവശ്യമില്ല, എനിക്ക് കുറച്ച് വേണ്ടി വന്നത്. അപ്പം മൊത്തത്തിൽ ഞാൻ ചിരണ്ടിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കലാന്ന് കേട്ടോ, ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാന്ന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ, എപ്പോഴും ഇങ്ങനെ തേങ്ങ ചിരണ്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ ഞാൻ പൊട്ടിച്ച തേങ്ങ മൊത്തത്തിൽ ചിരണ്ടി എടുക്കുന്നുണ്ട്.
ഇപ്പോൾ അതാ ആവശ്യത്തിന് കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഫ്രീസറിൽ അങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ചിട്ട്, അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ച് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ നമ്മളെ പച്ചക്കറിയില്ലേ വേവിക്കാൻ വെച്ച അതിനകത്ത് തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ നല്ലോണം. ഇതിന് നമുക്ക് പച്ചക്കറി ആയിട്ട് അങ്ങനെ എടുക്കാം, വേറെ കറി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് കറി പോലെ ആക്കാമെന്ന് വിചാരിച്ച്, വേറെ കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ തേങ്ങ ചേരേണ്ടത് മൊത്തത്തിൽ ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ കറി. നമ്മൾ സാധാരണ എന്താ പറയുക മുരിങ്ങയില താളിക്കൊക്കെ ചെയ്യില്ല, കഞ്ഞി വെള്ളമെല്ലാം ഒഴിച്ചിട്ട്, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ, ചിലർക്ക് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടാവില്ല, അങ്ങനെ എന്താ പറയുക തേങ്ങ അങ്ങനെ തന്നെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ചെറിയ ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് അങ്ങനെ കൂട്ടി കൊടുത്താലും മതിട്ടാ. നമുക്കിതാണ് ഇഷ്ടം, ഇങ്ങനെ വറവുമായി പിന്നെ കറി പോലെ ആയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ നമ്മൾ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ, പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് തോനെ പാത്രങ്ങൾ, എത്ര ചെറിയ പണിയാണെന്നുണ്ടെങ്കിലും കുറച്ച് കറിയാക്കിയാലും എന്താക്കിയാലും പാത്രങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഭയങ്കര മടിയാണ് നിങ്ങൾക്ക് കുറേ പാത്രങ്ങളാകുമ്പം, പിന്നെ വേഗം കുറച്ച് പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കഴുകിയിട്ട് വെക്കലുണ്ട്. അപ്പോൾ അതാ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിതാ നമ്മൾ പച്ചക്കറി 2 മിനിറ്റ് ഞാൻ തേങ്ങ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരു വെള്ളം പോലെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയും മീൻ്റെ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കാനുണ്ട്. പാത്രം കഴുകലും ഈ ഒരു ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടെല്ലാം വെച്ചാൽ പകുതി പണി തീർന്നിട്ടാണ്. പിന്നെ വലിയ ഭാരമുള്ള പണിയൊന്നും ഉണ്ടാവില്ല. അതാണ് കുറച്ച് റിസ്ക്കുള്ള, നമ്മളെടുത്ത പാത്രങ്ങൾ അതേപോലെ തുടച്ചിട്ടെല്ലാം വെക്കണം. അങ്ങനെ കുറച്ച് റിസ്ക്കുള്ള, കുറച്ച് ടൈം പിടിക്കുന്ന പണി അതാണ്. എനിക്ക് ചിലർ കമൻ്റ് ആക്കലുണ്ട് കേട്ടോ, നമുക്ക് ക്ലീനിങ് ആണ് ഇഷ്ടം, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാന്ന്. എനിക്ക് തിരിച്ചാണ്, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ റെസിപ്പി പരീക്ഷിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും 3-4 ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഈ ഒരു ക്ലീനിങ് ആണ്. ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ പെട്ടെന്ന് തീരും. പിന്നെ വീഡിയോസ് യൂട്യൂബിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, കാര്യം നമ്മൾ ഷൂട്ടെല്ലാം ആക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഡബിൾ ടൈം പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നാവട്ടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ അതുപോലെയല്ലല്ലോ ക്ലീനിങ്. ഇപ്പോൾ നമ്മൾ എത്ര പാത്രം എടുത്ത് അതെല്ലാം കഴുകിയിട്ട് നമ്മൾ കഴുകി വെച്ചാൽ അത് തുടച്ചിട്ട് അതിൻ്റെതായ സ്ഥലത്തേക്കെല്ലാം വെക്കാനുണ്ട്. പിന്നെ ഈ ഒരു ഫുഡെല്ലാം ആക്കുമ്പോൾ അപ്പുറം എല്ലാം തെറിക്കും, അതെല്ലാം തുടച്ചിട്ട് ക്ലീനാക്കി, അങ്ങനത്തെ കുറച്ച് ടൈം പിടിക്കുന്ന പണിയല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ക്ലീനിങ്ങാ ഇഷ്ടം ഫുഡാക്കലാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഫുഡാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല. എന്തായാലും നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ എൻജോയ് ആക്കിയിട്ട് ചെയ്യട്ടോ. ക്ലീനിങ് ആയാലും എന്തായാലും ഫുഡ് ആക്കുന്നതും ഒക്കെ നല്ലോണം എൻജോയ് ആക്കിയിട്ട് ചെയ്യുക. അപ്പം അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ പിന്നെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അന്ന് ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ, കാര്യം പ്രത്യേകിച്ചിട്ട് ഒന്നും വീഡിയോസൊന്നും എടുക്കാനില്ലായിരുന്നു. പിന്നെ ഇതില്ലേ ഒരു കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോസാണ് കേട്ടോ, ഞാൻ റീൽസ് എല്ലാം ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ എളാമ്മാൻ്റെ മോള് വന്നിട്ടുണ്ട് ദുബൈക്ക്, അവൾ ഷാർജയിലാണ് കേട്ടോ. അപ്പം അവളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, 3ാമത്തെ ബർത്ത്ഡേ എന്നിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് ഷൂട്ടാക്കിയിട്ട്. അപ്പോൾ ഞാനില്ലേ ഏതെങ്കിലും ഡേ ഇൻ മൈ ലൈഫിലെല്ലാം ഉൾപ്പെടുത്താം, ഇങ്ങനെ വ്ളോഗെല്ലാം ചെയ്യുമ്പോൾ അതിൽ ലാസ്റ്റ് ഇങ്ങനെ വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മിക്സ് ആക്കാമെന്ന് മാത്രം. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫെല്ലാം ഷൂട്ടാക്കുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവും, എല്ലാം 2-3 റെസിപ്പീസ് എല്ലാം ഉണ്ടാവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് എല്ലാം കഴിയുമ്പോൾ നല്ലോണം ലെങ്ത് ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കുറേ ലെങ്ത് ആകുമ്പം നിങ്ങൾക്കും ബോറടിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നവംബർ 8 അവളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മളൊരു വൈകുന്നേരം ഫാദറിൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതാണ്. നമ്മൾ നെസ്റ്റോലെല്ലാം പോയി അവൾക്ക് ചെറിയ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടി നടക്കുന്നത് ഷാർജയിൽ മജാസ് 3-ൽ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി പ്ലേസാണ്. പിന്നെ പാർട്ടി ഹാളുണ്ട്, പിന്നെ പ്രൈവസി ആയിട്ട് ഇരിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു മ്യൂസിയം പോലെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. കൂടുതൽ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ള പ്രൈസ് തന്നെയാണ് കേട്ടോ. അപ്പം മജാസ് 3-ലാണ്. ഇതിപ്പം എൻ്റെ കസിനും ഫാമിലിയെല്ലാം ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു 7 മിനിറ്റ് എന്തോ
ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അജ്മാനിലല്ലേ ഉള്ളത്. അപ്പം നമ്മൾ 2-3 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡായാലും അടിപൊളിയാണ്, ഇവിടുത്തെ ആംബിയൻസൊക്കെ നോക്കല്ല അടിപൊളിയാന്ന് കേട്ടോ, നല്ല രസമാണ്. ഞാൻ ആദ്യം ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. താഴത്തെ മുകൾക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നെ താഴെ തന്നെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അവർ ഒരു 5:30 ആ ഒരു ടൈം ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ലേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ 5:30 എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്രം എത്താൻ പറ്റിയിട്ട. 6 മണി 5:45 6 മണി ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇതാ അവൾ ചെറുതായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ബലൂൺ വീർപ്പിക്കലും ഒക്കെ അവളും അവളെ ഹസ്ബൻഡും പിന്നെ അമ്മായി ഉണ്ട് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഉമ്മയുണ്ട്. അങ്ങനെ അതാ ഒരുമിച്ചിട്ട് എല്ലാവരും കൂടെ ആക്കി. പിന്നെ ലാസ്റ്റ് പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു സംഭവം എല്ലാം വീർപ്പിച്ചിട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടാണ്. നമ്മൾ 2 ദിവസം മുന്നേ വന്ന് നോക്കിയതാണ് ഇവിടുത്തെ ആംബിയൻസ് എല്ലാം നോക്കിയിട്ട് എവിടെയാണ് നമ്മൾ ടേബിളെല്ലാം ഇടേണ്ടത്, എവിടെ സെറ്റാക്കേണ്ടതെന്നെല്ലാം നോക്കിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു തീം ഉണ്ടായിരുന്നു കേട്ടോ, അവളെ ഡ്രസ്സിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ട് തന്നെ അവൾ ബലൂണും ഒക്കെ ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കേക്ക്, ഫ്രൂട്ടിൻ്റെ കേക്കാന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാട്ടോ, കുറച്ച് വലുത് തന്നെയാണ് ഇത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെ നിന്നാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അവർ എവിടെ നിന്നാണ് ഓർഡർ ആക്കിയത് വാങ്ങിച്ചതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 10-15 പേരെ പാർട്ടി ആയിരുന്നു കേട്ടോ. അവളെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും കുട്ടികളും ഉണ്ടായിരുന്നു, അവർ ദുബായിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളും പിന്നെ ഓൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ. അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 8-8:30 ആ ഒരു ടൈമിലാണ്. അപ്പോഴേക്കും ഓൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് ഇനിയിപ്പോൾ അത് ആ കേക്ക് കട്ട് ചെയ്യലാന്ന് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കൽ, വീഡിയോസ് എടുക്കൽ, അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്കലാന്ന്. പക്ഷേ ഞാൻ പിന്നെയും പറയാമെന്ന്, കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ മധുരം കഴിക്കലില്ലായിരുന്നു, പക്ഷെ അത് കുറച്ച് തിന്നു പോയിട്ടാ, ടേസ്റ്റും ഉണ്ട്. ഞാൻ പറയില്ല, വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ മധുരം കഴിക്കലില്ല, പക്ഷേ ഇങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ അങ്ങനെ കഴിക്കലുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടെല്ലാമായി. പിന്നെ ഫുഡ് ടേബിളും എല്ലാം സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇതാ ഒരുമിച്ചിട്ട് ഈ ഫുഡെല്ലാം കഴിക്കലാന്ന്. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാന്ന് കേട്ടോ. അപ്പം നമ്മൾ ചാർക്കോള്, ദം ബിരിയാണി, പിന്നെ നൂഡിൽസ് അങ്ങനത്തെ അല്ല കേട്ടോ, നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാന്ന്. അപ്പം 5 സ്റ്റാർ എന്നെല്ലാം കേൾക്കുമ്പം നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, പ്രൈസെല്ലാം നോർമൽ പ്രൈസ് തന്നെയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് പാർട്ടി, വെഡിങ് ആനിവേഴ്സറി പാർട്ടി ഇങ്ങനെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഷാർജ, ദുബായ് ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അജ്മാൻ അവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് ആംബിയൻസോട് കൂടി പാർട്ടിയൊക്കെ കഴിക്കാം. അപ്പോൾ അതാ പിന്നെ ലാസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവളെ ഗിഫ്റ്റെല്ലാം പൊട്ടിച്ച്, പിന്നെ അത് കുട്ടിയൊക്കെ സമാധാനം ഉണ്ടാവില്ലല്ലോ, കുറേ ഗിഫ്റ്റെല്ലാം കിട്ടുമ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് നോക്കി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടോ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.